ഫാറ്റി ലിവർ ഇത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു കണ്ടീഷനാണോ? പണ്ടൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഈ അസുഖങ്ങളായിരുന്നു മുൻനിരയിൽ നിന്നിരുന്നത്. ഇന്നിപ്പോൾ അതിനോടൊപ്പം തന്നെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഫാറ്റി ലിവർ. എന്താണ് ഫാറ്റി ലിവർ? അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ്? എന്തൊക്കെ ഭക്ഷണങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഇതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ നസ്നീം സലീം, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ഡിസ്ട്രിക്റ്റ്. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ കരളിൽ അമിതമായിട്ട് കൊഴുപ്പടിയുന്ന ഒരു കണ്ടീഷനെയാണ്. ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും. ഇതിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത് മദ്യപാനികളിൽ കണ്ടുവരുന്ന ഫാറ്റി ലിവറിനെയാണ്. അതല്ലാതെ മദ്യപാനം മൂലമല്ലാതെ ഉണ്ടാകുന്ന ഫാറ്റി ലിവറിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ളവരിൽ, ഹൈപ്പോതൈറോയിഡിസം, അതുപോലെ അമിതഭാരം ഒക്കെ ഉള്ളവരിലാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. കരൾ രോഗങ്ങളുടെ പൊതുവെയുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യമേ തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല. ലാസ്റ്റ് സ്റ്റേജസിലേക്കൊക്കെ വരുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു സിംറ്റംസ് കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി പൊതുവായിട്ട് വയറിൻ്റെ വലത്തെ ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുക, അതുപോലെ ഛർദി, മെലിഞ്ഞു വരിക, കുടവയറ്, ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള ക്ഷീണം തുടങ്ങിയ സിംറ്റംസ് ഒക്കെ പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഫാറ്റി ലിവർ ഒരു രോഗമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത പക്ഷം കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകുമ്പോൾ സിറോസിസ് പോലെയുള്ള കണ്ടീഷനിലേക്കൊക്കെ എത്തിയാൽ പിന്നെ നമുക്കത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് ഇതിൻ്റെ സ്റ്റേജസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫാറ്റി ലിവർ പ്രധാനമായിട്ടും 3 സ്റ്റേജസ് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്നാണ് നമ്മൾ പറയാം. അതിൽ നമ്മളുടെ കരളിലൊരു 8% കൊഴുപ്പടങ്ങിയിട്ടുണ്ടാവും. അത് 8ൽ നിന്ന് ഒരു 12ലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പിന്നീട് അത് 15ലേക്കൊക്കെ കടക്കുമ്പോഴാണ് ഗ്രേഡ് 3 ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഗ്രേഡ് 4ലേക്കൊക്കെ പോകുമ്പോഴേക്കും അത് നമ്മളൊരു ലിവർ സിറോസിസ് ആയിട്ടാണ് കണക്കാക്കുക. അതുപോലെ പലർക്കും ഉള്ളൊരു സംശയമാണ് കുടവയറുള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുമോ എന്നുള്ളത്. ഫാറ്റി ലിവർ ഉള്ള പലർക്കും നമ്മൾ വയറ് ചാടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വിസറൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അബ്ഡോമിനൽ ഓർഗൻസിന് ചുറ്റുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുടവയർ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഇതുപോലെ കരളിൻ്റെ കോശങ്ങളിൽ കൊഴുപ്പടിയാനുള്ള ചാൻസും കൂടുന്നു. പ്രമേഹ രോഗികളിൽ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ കാരണവും ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. ഫാറ്റി ലിവർ ഉള്ളവർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്, അവരുടെ ഡയറ്റ് എങ്ങനെയായിരിക്കണം? പ്രധാനമായിട്ടും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, ഹൈ കലോറി ആയിട്ടുള്ള ഫുഡുകളാണ് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫ്രൂട്ട്സ് ആക്ച്വലി ഫൈബർ കണ്ടൻറ്റ് കൂടിയത് കൊണ്ട് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഹൈ ഫ്രക്ടോസ് അടങ്ങിയ കാക്കപ്പഴമൊക്കെ പോലെയുള്ള, ചെറുപഴമൊക്കെ പോലെയുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് ഒരു കാര്യമാണ് ഷുഗർ പറയുന്നത്. അതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ. മദ്യപിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഔട്ട് ചെയ്യണം. കൂടാതെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് നീന്തൽ, സൈക്ലിംഗ് തുടങ്ങിയ എക്സസൈസാണ് കുറച്ചും കൂടി സൂട്ടബിളായിട്ട് വരിക. അതുപോലെ തന്നെ പൊരിച്ചതും പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കൂടാതെ റെഡ് മീറ്റ്, ബൈകാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ വെയിറ്റ് ലോസ്, നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ 10% നിങ്ങൾ കുറയ്ക്കേണ്ടത്. അതായത് നിങ്ങൾക്കൊരു 80 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൽ 8 കിലോ നിങ്ങൾ കുറച്ചിരിക്കണം. ഇനി നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ആപ്പിൾ സിഡർ വിനീഗർ 1 ടീസ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് 2 നേരമൊക്കെ എടുക്കുന്നതും നല്ലതാണ്. അതുപോലെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള അവക്കാഡോ, പംകിൻ സീഡ്സ്, ആൽമണ്ട്സ്, വാൾനട്ട് ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും നല്ലതാണ്. ഫ്രൂട്ട്സിൽ ഗോവ, ആപ്പിൾ, പൈനാപ്പിൾ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ എടുക്കാം. പേരക്കയിലൊക്കെ പെക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് കോശങ്ങളിലേക്ക് ഫാറ്റ് വലിച്ചെടുക്കുന്നതിനൊക്കെ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യും. ബെറീസിലൊക്കെ ധാരാളം ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻ സി ഒക്കെ റിച്ച് ആണ്. ഇതും നിങ്ങളുടെ ഫാറ്റി ലിവറിൽ നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ ധാരാളം ഇലക്കറികൾ
ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഫാറ്റി ലിവർ മരുന്നില്ലാതെ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഗ്രേഡ് 1 ഗ്രേഡ് 2 ആണെങ്കിൽ നിങ്ങൾക്ക് മരുന്നില്ലാതെ, ഞാൻ ഈ പറഞ്ഞ ഭക്ഷണക്രമങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ മരുന്നില്ലാതെ തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ കൂടുതൽ ഫർദർ സ്റ്റേജസിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ അത് നമുക്ക് സിറോസിസ് പോലെയുള്ള സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു 6 മുതൽ 8 മാസം വരെ ഈ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. പൈനാപ്പിളിലൊക്കെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ഫാറ്റിനെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതുപോലെ വാട്ടർ മെലണിൽ കാലറി കുറവുമാണ്, ഒരുപാട് വാട്ടർ കണ്ടൻറ്റും കൂടുതലാണ്. ഇതും നിങ്ങൾക്ക് വയറ് ചാടിയതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള കിവി, ഓറഞ്ച് തുടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്നതും നല്ലതാണ്. ഓറഞ്ചിനേക്കാളും വൈറ്റമിൻ സി കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഗോവ എന്ന് പറയുന്നത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ആയിട്ടുള്ള ഇഞ്ചി, മഞ്ഞൾ, ലെമൺ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.